എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ഇത് ഒരു ഇംഗ്ലീഷ് ബുഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ സോസേജുകളും ബ്രെഡും പാൻ കേക്ക്സും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് നോക്കി പറയുകയാണെങ്കിൽ അവരത് നമ്മുടെ പ്ലേറ്റിൽ ഇട്ട് തരും. ഇപ്പം ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും റിസ്ട്രിക്ഷൻസൊക്കെ കേട്ടോ. ഞാൻ ഈ പാലസ് ഹോട്ടലിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഈ പാലസ് ഹോട്ടലിൽ തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ കുറച്ച് നൂഡിൽസും പിന്നെ ബേക്ക്ഡ് ടൊമാറ്റോയും പിന്നെ കുറച്ച് മഷ്റൂംസൊക്കെ എടുത്തുകൊണ്ടുവന്നു. പിന്നെ ഒരു ചീസിൻ്റെ ഓംലേറ്റും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ പോണത് ഈ ഹോട്ടലിൻ്റെ തന്നെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാനാണ് കേട്ടോ പോണത്. നല്ല ഭംഗിയില്ലേ ഈ പൂള് കാണാനായിട്ട്. ഇതിൻ്റെ അകത്തെ ടൈല് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കാൻ, ആ സണ്ണിൻ്റെ പോലെയല്ലേ. ഇതിപ്പോൾ കൊറോണ ആയ കാരണം കേട്ടോ ഇത്രയും തിരക്കില്ല, ആരും ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിക്കും തിരക്കും. ഈ പൂള് നിറയെ കുട്ടികളും വലിയവരും ഒക്കെ ആയിരിക്കും. അതുപോലെ തിരക്കായിരിക്കും. ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ ഇവിടെ കിങ് ടവർ എന്ന് എഴുതി വെച്ചേക്കണത്. അപ്പോൾ ഈ കിങ് ടവർ എന്താണെന്ന് നമുക്ക് കാണാൻ പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരു 8th ഫ്ലോർ വരെ നമുക്ക് ലിഫ്റ്റിൽ വരാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം ടോപ്പിലേക്ക് എത്താനായിട്ട്. 9th ഫ്ലോറിലേക്കൊന്നും ഇല്ല. പിന്നെ 9th ഫ്ലോറിൽ നിന്ന് പിന്നെയും നമ്മൾ സ്റ്റെപ്പ് കയറണം. എന്നാലാണ് ഈ ടവറിൻ്റെ ഈ ഹോട്ടലിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ടോപ്പിലെത്തി.
എത്തിയിട്ടില്ല കേട്ടോ. അതേ ഇനിയുണ്ട് സ്റ്റെപ്പ് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും കയറട്ടെ. കയറി നമുക്ക് മുകളിലേക്ക് പോവാം കേട്ടോ. ഇത് തീരണില്ലല്ലോ, എത്തണില്ലല്ലോ മുകളിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടോ. ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലിപ്പം നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് സൈഡിലാണ്. ഇതാണ് കേട്ടോ കിങ് ടവർ. നിങ്ങൾ ഈ ചുറ്റും നോക്കിയെന്ന് എന്ത് ഭംഗിയാന്ന്. ചുറ്റും മലകളാണ് കേട്ടോ, ഫുള്ള് മലകളും. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. പിന്നെ ഒരു കാട് പോലെ കേട്ടോ, ഫുള്ള് കാട് പോലെ. പിന്നെ വെള്ളവും അരുവികളും ചെറിയ ചെറിയ വാട്ടർഫോൾസും എല്ലാം ഉണ്ട് ഇവിടെ. ഒരു എന്താ പറയുക, നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കുറച്ച് ദിവസമൊക്കെ ഇവിടെ വന്ന് നിന്നാലാണ് ഇത് മൊത്തം കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ സ്ഥലം കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ പല ഹോട്ടലുകളിലും 5 സ്റ്റാർ ഹോട്ടലിലും പിന്നെ അല്ലാതെയും ഒക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പാലസ് ഹോട്ടൽ. ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരം പോലെ തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഇടയ്ക്ക് വന്ന് ഒന്ന് താമസിക്കുക, അല്ലെങ്കിൽ തന്നെ ഇവിടെ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ 3-4 വേറെ ഹോട്ടൽസ് ഉണ്ട്, അവിടെ വന്ന് താമസിക്കുക. അപ്പോൾ ഈ സൺസിറ്റിയൊക്കെ ഒന്ന് കണ്ടു പോണതൊക്കെ നല്ലതാണ്. പിന്നെ പുറത്തുനിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, സൗത്ത് ആഫ്രിക്കയിലെ ഒരു കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഈ സൺസിറ്റി. ഒരു ഫേമസ് പ്ലേസ് തന്നെയാണ് സൺസിറ്റി. അപ്പോൾ ഇവിടെ വന്ന് കാണാം. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരാണ് ദ പാലസ് ഓഫ് ദ ലോസ്റ്റ് സിറ്റി. അപ്പോൾ ഏറ്റവും നല്ലത് ഈ സൺസിറ്റിയുടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഹോട്ടലാണ് ഈ പാലസ് ഹോട്ടൽ. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വന്ന് താമസിക്കാൻ പറ്റാത്തവർക്ക് ഈ സൺസിറ്റിയുടെ അകത്ത് തന്നെ ഇതുപോലെ തന്നെ വേറെ 4 ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും റേറ്റ് ആവില്ല, ഈ പാലസ് ഹോട്ടലിൻ്റെ അത്രയും റേറ്റ് ആവില്ല. സൺസിറ്റി റിസോർട്ട്, കബനാസ്, സോഹോ ഹോട്ടൽ, കാസ്കേഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 വേറെയും ഇതിൻ്റെ അകത്ത് ഈ സൺസിറ്റിയുടെ അകത്ത് തന്നെ വേറെ ഹോട്ടലുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൈസയുടെ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 ഹോട്ടലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, എത്ര റേറ്റ് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പാലസ് ഹോട്ടലിൽ ഇത്തിരി പൈസ കൂടുതലാണ്. ഇപ്പോൾ 2 അഡൽട്ട് ആണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു 50,000 എബവ് 55. അത് വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഈ 50,000 രൂപയിൽ കൂടുതലൊക്കെ ആവും. പിന്നെ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് അങ്ങനെ ഈസ്റ്റർ അങ്ങനെയുള്ള സമയത്താണെങ്കിലും അത് ഭയങ്കരമായിട്ട് കൂടും. ഈ 50,000 ഒക്കെ ഉള്ളതൊക്കെ 60,000 70,000 ഒക്കെ ആവും ഒരു ദിവസത്തേക്ക്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്കപ്പോൾ എന്തായാലും ഇപ്പോൾ സൈറ്റിൽ നോക്കിയാൽ അറിയാമല്ലോ, booking.com നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്രയൊക്കെ ഇവിടുത്തെ റേറ്റ് എന്നൊക്കെ. പിന്നെ ഈ സൺസിറ്റിയുടെ അകത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സൺസിറ്റിയുടെ പുറത്ത് വന്ന് താമസിച്ചിട്ട് നമുക്ക് കാലത്തൊക്കെ ഇവിടെ എൻട്രൻസ് ഫീ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൺസിറ്റിയുടെ അകത്ത് കയറാം. അകത്ത് കയറുകയാണെങ്കിൽ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്, കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട്
പിന്നെ തിരിച്ച് നമുക്ക് പുറത്തുള്ള അക്കോമഡേഷനിലേക്ക് പോകാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്, പൈസ ചിലവാണെന്ന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പുറത്തെടുത്താലും നമുക്ക് ഈ സൺസിറ്റിയുടെ അകത്ത് വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ഹോട്ടൽസിൻ്റെ പേരും ഇപ്പോൾ ഉള്ള റേറ്റുകൾ, ഇപ്പോൾ എന്താ ബുക്കിങ്ങിന് വരുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിൽ എഴുതാം കേട്ടോ. അത് പല സമയങ്ങളിലും അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഓഫ് സീസണൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്തിടുന്നത് നല്ലത്. പിന്നെ ഓടിച്ചെന്ന് ബുക്ക് ചെയ്ത് ഇടണേലും ഭേദം ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ നല്ലപോലെ പൈസയും കുറയുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ 2 സൈഡിലും കാടുകളാണ് കേട്ടോ. ബൊട്ടാണിക്കൽ കാടുകളാണ്, ഭയങ്കര കാടുകളാണ്. അതിലേക്ക് ആ കാടിൻ്റെ നടുവിൽ കൂടെ തന്നെ ചെറിയ ചെറിയ റോഡുകളുണ്ട്. നമുക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് പോവാം. ഞാൻ കുറച്ചൊക്കെ പോയിരുന്നു, അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അത് ചുറ്റും സ്റ്റെപ്സുകളും പിന്നെ നടുവിലൊരു തളം പോലെ മുറ്റം പോലെയല്ലേ, നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇവിടെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റൂമിൽ വരെ കയറും വാതിലോ ജനലോ ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ സൺസിറ്റിയിൽ വെച്ച് കുറച്ച് ഹിന്ദി സിനിമയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഹീര ഫേരി എന്ന് പറഞ്ഞൊരു മൂവിയും കാരോബാർ, വെൽക്കം മൂവി ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ കുറേ ഇംഗ്ലീഷ് മൂവീസൊക്കെ കുറേ ഉണ്ട്, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കണത്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയെക്കാളും കൂടുതൽ ഇംഗ്ലീഷ് മൂവീസാണ് ഷൂട്ട് ചെയ്തേക്കണത് കേട്ടോ. 2004 ഇവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ഷാറുഖ് ഖാനും സൈഫ് അലി ഖാനും റാണി മുഖർജിയും അങ്ങനെ കുറേ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2001 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാഡമി അവാർഡ് ഇവിടെ സൺസിറ്റിയിൽ വെച്ചാണ് കേട്ടോ നടന്നത്. അന്ന് വന്ന ഗസ്റ്റുകളൊക്കെ നടന്മാരും നടികളും ഒക്കെ താമസിച്ചത് ഇവിടെ ഈ സൺസിറ്റിയുടെ അകത്താണ് താമസിച്ചത് കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇതും ഒരു ഗുഹയുടെ പോലെ തന്നെയാണ്, ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണ പോലെ തന്നെയാണ് കേട്ടോ ഇതും. കുറേ ഇറങ്ങി നമുക്ക് പോകണം. അപ്പം ഇതേ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് കസിനോ ഉള്ളത്. ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, ഈ കൊറോണ ഉള്ള കാരണം. പിന്നെ അകത്ത് കയറി പിടിക്കാനൊന്നും പറ്റില്ല, പുറത്തുനിന്ന് പിടിക്കാനേ പറ്റുള്ളൂ. പിന്നെ അധികം തിരക്കൊന്നും ഇല്ല. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ തന്നെ കാണില്ലേ, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. കൊറോണ ആയ കാരണം ആരും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല.
ഞാൻ തിരിച്ച് ഈ വഴി തന്നെ വന്നു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോണത് ഒരു ആർട്ടിഫിഷ്യൽ സീ ആണ്, മാൻമെയ്ഡ് സീ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വേവ്സൊക്കെ ഉള്ള ഒരു കടൽ പോലെ തോന്നും. അതുപോലെ ഞാനിവിടെ ഈ സൺസിറ്റിയിലെ ഈ പാലസ് ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇവിടെയുള്ള കാര്യങ്ങൾ ഒരു 4 വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ സൺസിറ്റിയെ പറ്റി അറിയാൻ പറ്റും. പിന്നെ ഇത്തിരി കൂടുതൽ ദിവസമൊക്കെ നിന്നാലാണ് കുറച്ചുകൂടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കൊറോണ ആയാലും ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൊത്തം കാണാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഇത് വാലി ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ സീ ആണെങ്കിൽ അതിലൊന്നും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഭയങ്കര തിരക്കും ഇതൊക്കെ ആയിരിക്കും. പിന്നെ അധികം ഒന്നും ഇപ്പോൾ കൊറോണ ഉള്ള കാരണമാണ് കേട്ടോ അധികം ഇതൊക്കെ എല്ലാവരും ക്ലോസ് ചെയ്തിട്ടേക്കണത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണ് ഓപ്പൺ ആവണേ അതൊക്കെ നോക്കിയിട്ട് വരാണെങ്കിൽ ഒന്നും കൂടി ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത്രയും കാണിക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കൊറോണയൊക്കെ കുറഞ്ഞിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്പോൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കറിയോ നമ്മുടെ ബ്യൂട്ടി ക്യൂണായ ഐശ്വര്യായി കിരീടം അണിഞ്ഞത് ഈ സൺസിറ്റിയിൽ വെച്ചാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൺസിറ്റിയുടെ വീഡിയോ ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇതിന് മുമ്പ് 2-3 എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സൺസിറ്റിയെ പറ്റിയും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാവരും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ വന്നപ്പോഴേ ഞാൻ ആലോചിക്കുക, ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടക്കാതെ വരും. പിന്നെ സ്വപ്നം കാണാത്തതും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതൊക്കെ നടന്നോന്നും വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും സ്വപ്നം കാണാത്ത കാര്യമൊക്കെയാണ് ഇവിടെ ഈ പാലസ് ഹോട്ടലിൽ വന്ന് താമസിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ വർഷത്തെ എൻ്റെ പിറന്നാൾ ഞാൻ ഇവിടെയാണ് കേട്ടോ ആഘോഷിച്ചത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഒന്ന് ശരി കേട്ടോ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.